ഹായ് ഹലോ വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഓവർസിയർ ഗ്രേഡ് 3 അതുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വാട്ടർ അതോറിറ്റി നോട്ടിഫിക്കേഷൻ ഓൾറെഡി വരികയും അതിനുശേഷം കൺഫർമേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എക്സാം ഏകദേശം നമുക്ക് ഒക്ടോബർ 30 എക്സാം പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് PSCയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന്റെ നമ്പർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ നമ്പറിനെ കുറിച്ച് പറയാനും കുറച്ചേറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏണസ്റ്റ് അക്കാദമി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 33/2024 എന്ന രീതിയിൽ കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്പറിൽ വന്നിട്ടുള്ള എക്സാം ആയിരുന്നു ഓവർസിയർ ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റി. അതിനകത്ത് മൊത്തത്തിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ കൺഫർമേഷന് മുമ്പ് അപ്ലൈ ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 28,413 ആയിരുന്നു. ഓക്കെ, കൺഫർമേഷന് ശേഷം ആ ആപ്ലിക്കേഷന്റെ നമ്പർ എന്ന് പറയുന്നത് ആപ്ലിക്കൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് 21,313 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. വളരെയധികം ഒരു കുറവാണ് കാണാൻ കഴിയുന്നത്. അതിനകത്ത് ഇൻവാലിഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാത്തവർ 7,100 പേരാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ച് ഈ പറയുന്ന ഓവർസിയർ ഗ്രേഡ് 3 വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഈ നമ്പർ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള എക്സാമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്പേഴ്സ് അത്യാവശ്യമാണ്. നന്നായിട്ട് പഠിക്കുന്നവരൊക്കെ സ്വാഭാവികമായിട്ടും നമ്പേഴ്സ് നോക്കിയാണ് പഠിത്തം അവരെ കൂടുതൽ ഷാർപ്പാക്കാറുള്ളത്. ഇപ്പോൾ കൺഫർമേഷന് മുമ്പ് 28,413 നിന്നും ഇപ്പോൾ എക്സാമിന് അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 30 നടക്കുന്ന എക്സാമിന് എഴുതാൻ വരുന്നവരുടെ എണ്ണം 21,313 എന്നതാണ് ഏറ്റവും വലിയ ഒരു നല്ല നമ്പറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നാണ് നമുക്ക് വേണ്ട അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് ഈ പോസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടവരെ എടുക്കാൻ പോകുന്നത്. ഓൾറെഡി 2018 ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 2022 റാങ്ക് ലിസ്റ്റ് ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കുകയും അതിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ 2024-25 വരെ അഡ്വൈസ് പോയിട്ടുള്ളത് 1096 നമ്പർ വരെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും പേരിൽ നിന്നും നമ്മൾ ഇത് നമ്പറായിട്ടൊന്നും കരുതണ്ട. ഒരിക്കലും നമുക്കറിയാം PSCയുടെ ഭാഗത്തു നിന്നും വേക്കൻസി അവർ പറഞ്ഞാലും വേക്കൻസിയിൽ നിന്നും 10 മടങ്ങ് അഡ്വൈസുകൾ പോകാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ 21,313 എന്ന് പറയുന്ന നമ്പറിൽ ഇത് ഇത്രയും പേരാണ് ആപ്ലിക്കൻസ് ഉള്ളത്. ഇനിയും എക്സാം എഴുതുന്നവരുടെ എണ്ണം ഇതിൽ താഴെ പോകാൻ മാത്രമേ സാധ്യതയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്. PSC എഴുതുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അത് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരു 1000 പറയാം. 1000 അഡ്വൈസുകൾ പോവുകയാണെങ്കിൽ 1000 പേരിൽ എത്തിച്ചേരാൻ വളരെ എളുപ്പമാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ നമ്മുടെ 238/2024 കാറ്റഗറി നമ്പറിൽ വന്നിരുന്ന ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാമിന്റെ അതായത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ പബ്ലിഷ് ചെയ്യുന്നത്. അതിനകത്ത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ബിഫോർ കൺഫർമേഷൻ എന്ന് പറയുന്നത് 24,866 ആയിരുന്നു. ഓക്കെ, അത് ആപ്ലിക്കൻസ് ആഫ്റ്റർ കൺഫർമേഷൻ 20,061 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 4,805 ഇൻവാലിഡ് അല്ലെങ്കിൽ കൺഫേം ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സാമിന് 20,061 പേർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പർ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മാക്സിമം ലെവലിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് എപ്പോഴും ഊർജം മാത്രമേ നൽകുകയുള്ളൂ. കാരണം നമുക്ക് സ്വഭാവമായിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് ഇല്ല എന്ന് പറയുമ്പോൾ നേരിട്ട് കാണുമ്പോൾ സങ്കടം നമ്മൾ ജനിപ്പിക്കുമെങ്കിലും സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നവരുടെ എണ്ണം കുറയുന്നു. അപ്പോൾ എനിക്കുണ്ടാവുന്ന വേക്കൻസിയുടെ ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രണ്ട് നമ്പർ മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്യാൻ. നല്ല രീതിയിൽ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്യുക. അതിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 3 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 കോഴ്സസ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല സ്റ്റഡി പ്ലാനിൽ മോക്ക് ടെസ്റ്റ് സഹിതം അവൈലബിൾ ആയിട്ടുള്ള ബാച്ചാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത മാക്സിമം 30th നമ്മുടെ ഒക്ടോബർ 30 എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഈ പറഞ്ഞ നമ്പറിൽ നിന്നും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ട്സോ ബാച്ചസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിലബസിനെ കുറിച്ചോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഗൂഗിൾ ഷീറ്റ് ലിങ്ക് ഫില്ല് ചെയ്യുക, കോൾ ചെയ്യുക. എല്ലാത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ നമ്പറിനെ ബേസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. എക്സാമിന് ഈ പറഞ്ഞ നമ്മുടെ 2 എക്സാമിന് വേണ്ടി ഓവർസിയർ ഗ്രേഡ് 3 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 വേണ്ടി അപ്പിയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ
പ്രിപ്പയർ ചെയ്യുക, കൂടുതൽ ഷാർപ്പായിട്ട് പഠിക്കുക, നമ്പറിനെ ബേസ് ചെയ്ത് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.